നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സീതാറാം യെച്ചൂരി ഇല്ലാത്ത രാത്രിയാണ് ഇത്. ചിന്താരകമായി സീതാറാം ജ്വലിക്കുന്ന ഓർമ്മയാകുമ്പോൾ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തിന് അത് തീരാ നഷ്ടമാണ്. ഇടത് രാഷ്ട്രീയ ചരിത്രത്തിൽ അത് ഒരു യുഗാന്ത്യം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നായകൻ്റെ അവസാന യാത്രയിൽ നിരവധി അന്തർദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാജ്യം സീതാറാം യെച്ചൂരിക്ക് വിട നൽകിയത്. രാജ്യം വലിയ വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന ഇക്കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ഉത്തമ പോരാളിയായിരുന്ന സഖാവിൻ്റെ കൃത്യതയുള്ള വ്യക്തതയുള്ള വീക്ഷണം രാജ്യത്തെ വർഗീയ രാഷ്ട്രീയത്തിന് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം മുതൽ ഇതുവരെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ പ്രതിപക്ഷത്തെ വലുതും ചെറുതുമായ എല്ലാ പാർട്ടികളും അനുസ്മരിക്കുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും സീതാറാമിൻ്റെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴും നിലവിൽ തിരിച്ചടി നേരിട്ടപ്പോഴും നാളത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞു വന്നത്. കെജ്രിവാൾ ജയിൽ മോചിതനാകുമ്പോൾ, ഹരിയാനയിൽ കോൺഗ്രസും ആപ്പും ഇരുവഴിക്ക് നീങ്ങുമ്പോൾ, മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുമ്പോൾ ഡൽഹിയിൽ AKG ഭവനിൽ സീതാറാം ഇല്ല. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സീതാറാം ഇല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയം ഇനി എങ്ങനെ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ A. സജീവൻ, KJ ജേക്കബ് എന്നിവർ. വിഷ്ണു തലവൂർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് വൈകുന്നേരം സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം എയിംസിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ, ഒരുപക്ഷെ ഒരു രാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പോലും അവസാന നിമിഷങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ അടുത്തൊന്നും കണ്ടില്ല. അല്പം വൈകാരികമായി തന്നെയാണ് ഇടത് രാഷ്ട്രീയത്തിൻ്റെ നായകനെ ഇന്ന് രാജ്യം യാത്രയാക്കിയത് എന്ന് പറയാമോ? ലാൽ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. സമീപകാല ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലൊരു വൈകാരികമായ യാത്രയയപ്പ് തന്നെയാണ് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ദില്ലിയിൽ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരും അണികളും അതോടൊപ്പം തന്നെ സാധാരണക്കാരുമെല്ലാം അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാനായിട്ട് AKG സെൻറ്ററിലേക്ക്, AKG ഭവനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ രാവിലെ 10:15 കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ നിന്നും മൃതശരീരം AKG ഭവനിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന ഈ മൃതശരീരം ഏറ്റുവാങ്ങി തുടർന്ന് പൊതുദർശന ചടങ്ങുകളിലേക്ക് കടക്കുകയായിരുന്നു. നിരവധി ആളുകൾ, അതും ദേശീയ രാഷ്ട്രീയത്തിലെ ഒട്ടനവധി ആളുകൾ, സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ, അഖിലേഷ് യാദവ്, ശരത് പവാർ, ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ AKG ഭവനിലേക്കെത്തി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടിരുന്നു. അത്തരത്തിൽ എല്ലാ ആളുകൾക്കിടയിലും വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. ഇന്ന് അത്തരത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പോലും യെച്ചൂരിക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ
റഷ്യൻ അംബാസഡർ, ചൈനീസ് അംബാസഡർ, ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ തന്നെ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി AKG ഭവനിലേക്ക് ഇന്ന് എത്തിയിരുന്നു. ഇന്നത്തെ പൊതുദർശനം അവസാനിച്ചത് 3:15 കൂടിയാണ്. അതിനുശേഷമാണ് യെച്ചൂരിയുടെ മൃതശരീരം വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് കൊണ്ടുപോയത്. പാർട്ടിയുടെ പഴയ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന 14 അശോക റോഡ് വരെ വിലാപയാത്രയെ എല്ലാ നേതാക്കളും അണികൾ എല്ലാവരും മുദ്രാവാക്യ വിളികളോടുകൂടി അനുഗമിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഈ ഒരു മൃതശരീരം ഏറ്റുവാങ്ങി ദില്ലി എയിംസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ദില്ലി എയിംസിൽ 4:20 എത്തുകയും യെച്ചൂരിയുടെ തന്നെ ആഗ്രഹപ്രകാരം കുടുംബാംഗങ്ങളും പാർട്ടിക്കാരും ചേർന്ന് ദില്ലി എയിംസിൽ പഠനത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം കൈമാറിയിട്ടുണ്ട്. ലാൽ. യെസ് വിഷ്ണു, അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള രാത്രിയിലെ ചർച്ചയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സീതാറാം യെച്ചൂരി ഇല്ലാത്ത ഡൽഹിയാണ്. സീതാറാം യെച്ചൂരി ഇല്ലാത്തൊരു രാത്രിയാണ്. ഡൽഹി മാത്രമല്ല, ലോകം തന്നെ ബന്ധങ്ങളുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മറ്റ് ലോക നേതാക്കളുമായി ഒക്കെ അടുപ്പം പുലർത്തിയിരുന്ന, നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആക്റ്റീവായി വിനിമയം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇടത് നായകൻ ആണ്, രാഷ്ട്രീയ നായകനാണ് വിട പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പ്രത്യേകത കൂടി ഉള്ളത്, ആക്റ്റീവായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് വിട്ടുപോകുന്ന ഒരു നേതാവ് എന്നുള്ളത്. ഒരുപക്ഷെ CPM-ൻ്റെ മുൻ ജനറൽ സെക്രട്ടറിമാരുടെ EMSൻ്റെ ആണെങ്കിലും ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിൻ്റെ ആണെങ്കിലും ഒക്കെ നിര്യാണവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പല ചർച്ചകളും സ്മരണകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ വൈകാരികമായി തന്നെ ആ കാലഘട്ടങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരെ ഓർക്കുന്നത് ആ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയൊക്കെ തന്നെയാണെങ്കിലും സീതാറാം യെച്ചൂരി ഇപ്പോൾ ഈ സമയത്ത് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കവെയാണ് അദ്ദേഹം രോഗബാധിതനായ ആശുപത്രിയിലേക്ക് പോകുന്നത്. പിന്നീട് ഇപ്പോൾ ഇങ്ങനൊരു വിടവാങ്ങലിലേക്ക് പോകുന്നതും അതാണ് പ്രത്യേകത. ആക്റ്റീവായ സീതാറാം യെച്ചൂരി ഈ രാത്രിയിൽ ഇല്ലാതാകുമ്പോൾ ദേശീയ രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്നതാണ് ആദ്യ ചോദ്യം. ശ്രീ ലാൽകുമാർ, താങ്കളിലേക്ക്. സീതാറാം യെച്ചൂരിയെ പോലെ ഒരു കറതീർന്ന മാർക്സിസ്റ്റ്, ആ മാർക്സിസ്റ്റിനെ പോലെ മറ്റൊരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നു. അത് ശരിയാക്കാം ലാൽ, ഞാൻ അത് പറയുന്നുണ്ട്. അത് ഹലോ, പരീക്ഷണത്തിലേക്ക് തന്നെ ഇപ്പം ശരിയാവുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്ന് എന്ന് തന്നെ പറയാം. കാര്യം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ ഇന്ത്യയിലെ നേതാവ് വിട പറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരന് ഒരുപാട് ചെയ്യാൻ ഈ രാജ്യത്തുള്ള സമയത്താണെന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തനം അതിശക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഇവിടെ സമാധാനമായി ജീവിക്കാൻ, ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭരിക്കുന്ന കക്ഷി ഉണ്ടാകത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ഭരണകക്ഷി ഉണ്ടാകാൻ ഉള്ള വലിയ ശ്രമമാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കിങ്ങോടുകൂടിയാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കിംഗ് ഇല്ലാതെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പെരുമാറാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ക്വാളിറ്റി, അത് നമ്മൾ എടുത്തു പറയണം. അദ്ദേഹത്തിന് ശക്തമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി, അദ്ദേഹം മറ്റ് പാർട്ടിക്കാരുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ വളരെ ഫൈൻ റിലേഷൻഷിപ്പ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. തിരിച്ച് ഇന്ത്യൻ മതനിരപേക്ഷതയും സഹായിച്ചിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു അലയൻസ്, അത് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അണിനിരക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ പറയുന്ന BJP അവരുടെ
ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുകയും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, ഗവേണൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന് അതിനുവേണ്ടി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി, മറ്റ് സോഷ്യലിസ്റ്റ് നേതാക്കളുമാരുമായി ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഒരു വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നടക്കുമോ? ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ പാർട്ടികളുടെ ഒരു പോലീസിങ് ആയി മാറുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ മറികടന്ന് എല്ലാവരെയും കോർത്തിണക്കി ഒരു അലയൻസ് കൊണ്ടുവരാനും മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന BJPയെ താഴെ ഇറക്കാനും ഒരു അലയൻസിൻ്റെ സഹായം വേണ്ട വരുന്നത് കണ്ടാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവ് കടന്നു പോകുന്നത് എന്നുള്ളതൊരു ആശ്വാസവുമാണ്. യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് കണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ അക്ഷീണ പ്രവർത്തനത്തിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു റേ ഓഫ് ഹോപ്പ് അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളതാണ്. 72 വയസ്സിൽ ഒരു നേതാവ് പോവുകയെന്ന് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായി അദ്ദേഹത്തിന് 10-15 വർഷം കൂടെ ജീവിച്ചിരിക്കാം ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം. അത്രയും ആവശ്യം ഈ നാടിന് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രത്തോളം വേണ്ട ഒരു സമയത്താണ് കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നികത്താനാവാത്ത വിടവ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാജ്യത്തുള്ള ബന്ധം, അന്താരാഷ്ട്ര ബന്ധം, എത്ര വളരെ കൃത്യമായി വളരെ സിമ്പിളായ ഭാഷയിൽ, അത് ഹിന്ദിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന, മനുഷ്യനുമായി കണക്റ്റ് ചെയ്യുന്ന ഭാഷയിൽ മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ആ ഒരു എല്ലാ ഡിപ്ലോമാറ്റിക് ഫൈൻനെസ്സോടുകൂടി ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന മറ്റൊരു നേതാവിനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ ആദ്യത്തെ സ്ട്രെച്ച് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് യെച്ചൂരിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലെ നമ്പേഴ്സ് വളരെ കുറവാണ് CPIMൻ്റെ. പക്ഷേ എന്നിരുന്നാലും ആ മതനിരപേക്ഷത എന്ന അടിയുറച്ച ആശയത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ആശയം രാജ്യത്ത് പാലിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നഷ്ടം വന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ CPIMന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യ മുന്നണി എന്ന ആശയം വർഗീയതയ്ക്കെതിരെ വലിയ ശക്തിയായി നിൽക്കാൻ യെച്ചൂരിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. അത് നമ്മൾ കുറച്ച് കാണാനും കഴിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള റിമാർക്ക്. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ KJ ജേക്കബിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് സജീവനിലേക്കും എത്താം. KJ ജേക്കബ്, ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്നത്തെ വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ യെച്ചൂരിയെപ്പോലെ ഒരാൾ മറഞ്ഞു പോകുന്നത്, വിടവാങ്ങുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എന്നാണ്. അത് വലിയ നികത്താനാകാത്ത വിടവ് തന്നെയാണ് എന്നതാണ്. അതൊരു പാർട്ടിക്കുള്ള വിടവാണോ അല്ലെങ്കിൽ ഒരു പക്ഷത്തിനുള്ള വിടവാണോ എന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യെച്ചൂരി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരുപക്ഷെ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൽ നിന്ന് താങ്കൾ എടുക്കുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതിപ്പം ഡോക്ടർ ലാൽകുമാർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചാണ് എനിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ശ്രീ യെച്ചൂരിയിൽ 15 വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നവർ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അദ്ദേഹം പോയി. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, 1 വർഷം മുമ്പായിരുന്നു യെച്ചൂരി വിട വാങ്ങിയിരുന്നത് എങ്കിൽ ഇന്ത്യ ഇന്ന് ഈ രൂപത്തിലുണ്ടാവില്ല. കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം നടന്നു. അതിനുശേഷം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി ഏകദേശം ഒരു ശൈഥില്യത്തേക്ക് നീങ്ങിയതാണ്. കാരണം കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാട് വന്നതോടുകൂടി പിന്നെ സമാജ്വാദി പാർട്ടികളും ഒക്കെ അവരെ കോൺഗ്രസ് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതിന് ശേഷം കോൺഗ്രസിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ നിന്നും ഇന്ത്യ മുന്നണിയെ ഒരു കൊഹസീവായിട്ടുള്ള രാഷ്ട്രീയ മുന്നണിയാക്കി മാറ്റിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ശ്രീ സീതാറാം യെച്ചൂരിയുടേതാണ്.
ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പോയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളത് സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പക്ഷേ എങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഒരു വർഷം മുമ്പായിരുന്നു യെച്ചൂരി ഇല്ലാതായി പോയിരുന്നതെങ്കിൽ ഇന്ത്യ ഇന്ന് നമ്മളീ കാണുന്നത് പോലെ ഉള്ള ഒരു ഇന്ത്യ ആയിരിക്കില്ല. സ്വന്തമായി 3/2 ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി സർക്കാർ ജനങ്ങളെ സമീപിച്ച BJPക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സഖ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് സഖ്യം സാധ്യമാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ സീതാറാം യെച്ചൂരിയുടേതാണ്. നമ്മളിപ്പം നോക്കിയാൽ അത് കോൺഗ്രസിൻ്റെ ആറ്റിറ്റ്യൂഡിലുണ്ടായ വലിയ വ്യത്യാസം, 1-2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ വലിയ വ്യത്യാസം അത് സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തലയ്ക്ക് കിട്ടിയ അടിയാണ്. ആ അടിയിൽ നിന്ന് അവർ ഇനിയും മുക്തമായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ, അതിൻ്റെ ആഘാതത്തിൽ നിന്നുകൊണ്ടാണ് ജാതി സംവരണം പോലെയുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടി പൊളിക്കാൻ പറ്റുന്നൊരു ആശയം വന്നു കഴിഞ്ഞപ്പം അതിൽ സംഘപരിവാരത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. RSS അതിന് കണ്ടീഷണൽ സമ്മതം മൂളിയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നോക്കൂ, ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരു അലയൻസ് വേണം എന്ന് നിർബന്ധിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ സാധാരണ രാഷ്ട്രീയക്കാരല്ല, രാഹുൽ ഗാന്ധിയാണ്. ആ ആറ്റിറ്റ്യൂഡിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്, ആ ആറ്റിറ്റ്യൂഡിലേക്ക് കോൺഗ്രസ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയാണ്. ആ ജനവിധി അങ്ങനെ ആക്കി തീർക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ പങ്ക് വളരെ വലുതാണ്. അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ CPM-ൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു രാജ്യമുണ്ട്, നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചൂരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ എന്നുള്ളത് പോലെ നമുക്കൊരു രാജ്യം ബാക്കിയായിട്ടേ, അതിൻ്റെ ഭരണഘടന ബാക്കിയായിട്ടേ, അതിൻ്റെ അടിസ്ഥാന ശിലകൾ ബാക്കിയായിട്ട് മാത്രമേ നമുക്ക് കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ അതിനുള്ള അവസരം നമുക്കുള്ളൂ, അതിനുള്ള ലക്ഷറി നമുക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചത്. കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രാഥമിക രാഷ്ട്രീയ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഏതവസ്ഥയിലും RSS BJPയും അവർ മുമ്പോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെയും തോൽപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലം കണ്ടു. ലാൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ഗംഭീരമായ സംഭാവന കൊടുത്ത് ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ ആവശ്യമായ ഒരു ജനവിധി സമ്പാദിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ റിയലൈസേഷൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു വേള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് പോലും കാരണമായത് ആ ചോദ്യമായിരുന്നു, എന്തായിരുന്നു അടിസ്ഥാനപരമായി നമ്മളുടെ മുഖ്യശത്രു ആര് എന്നുള്ള ചോദ്യം. നമ്മൾ ആ റിയലൈസേഷനിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അത് ഡോക്ടർ അംബേദ്കർ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഭരണഘടന നിർമ്മിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന ഫ്യൂഡൽ ജാതി രാഷ്ട്രീയ വ്യവസ്ഥയെ ഉടയ്ക്കാതെ നമുക്ക് ഒരു മെച്ചപ്പെട്ട സമൂഹത്തെ സൃഷ്ടിക്കാനാവില്ല. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന ലിബറലായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തി, അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. നമ്മുടെ 30-40 1000-2000 വർഷം പഴക്കമുള്ള നമ്മുടെ സിവിലൈസേഷൻ്റെ മുഴുവൻ ഭാരവുമുണ്ട്. ആ ഭാരം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമായി തീരുന്നതല്ല. അതിന് കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. ആ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലോടുകൂടി ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. യെസ്, ഞാൻ വരാം ശ്രീ KJ ജേക്കബ്. ശ്രീ A. സജീവൻ വീണ്ടും ശ്രീ KJ ജേക്കബ് പറഞ്ഞതിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ നമ്മളും പോകുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് അർത്ഥത്തിലേക്ക് ആണ് പോകേണ്ടത് എന്നുള്ള നിലയിലേക്ക് ശ്രീ സീതാറാം യെച്ചൂരി എന്ന ആ വലിയ കോമ്രേഡ് എങ്ങനെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് KJ ജേക്കബ് പറയുമ്പോൾ അതിനൊരു മറുവശം കൂടി ഈ രാഷ്ട്രീയത്തിൽ സംഭവിച്ചതും കൂടി ഞാൻ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിരുകളിൽ മാത്രമല്ല ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സമയത്ത് ആ പാർട്ടി ഈ ഒരു വെല്ലുവിളികൾ നേരിടുന്ന രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി അങ്ങനെ മാത്രമല്ല ശ്രമിച്ചത്, അത് കോൺഗ്രസിനെ കൂടി അതിന്, അല്ലെങ്കിൽ അപ്പുറത്തെ പ്രതിപക്ഷത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തെ കൂടി, ഒരു പാർട്ടിയെപ്പോലും ഇതിന് തക്കവണ്ണം പാകപ്പെടുത്തി കൊണ്ടുവരാൻ യെച്ചൂരിയുടെ രാഷ്ട്രീയത്തിന്, യെച്ചൂരിയുടെ പാർട്ടി
മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുകൂടി പറയേണ്ടി വരും. കോൺഗ്രസ് അതുകൊണ്ടാണ് നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കൂട്ടുകെട്ടിന് തയ്യാറായത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി നിൽക്കുന്നതായി നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഹരിയാനയിൽ എങ്ങനെ എന്നുള്ളത് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊരു മാറ്റം കൂടി ഉണ്ടാക്കിയത് ശ്രീ സീതാറാം യെച്ചൂരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശ്രീ സജീവൻ. തീർച്ചയായും സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആവർത്തിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല നേതാക്കന്മാരും മരിക്കുമ്പോഴും അവർ നമ്മളെ വിട്ടുപോകുന്ന സമയത്തൊക്കെ വലിയ നഷ്ടം, തീരാ നഷ്ടം എന്നൊക്കെ പല ആലങ്കാരിക പ്രയോഗങ്ങളും നടത്താറുണ്ട്. സത്യത്തിൽ അതൊരു നഷ്ടമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിക്കണമെന്നില്ല. ഏതൊരു വ്യക്തിയുടെയും നഷ്ടം സ്വാഭാവികമായിട്ടും സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു വിടവൊക്കെ ഉണ്ടാകും. പക്ഷേ സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ അത് മാത്രം പറഞ്ഞാൽ പോരാ. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ BJP തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ജേക്കബ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വർഷം മുമ്പാണ് വിടവാങ്ങിയത് എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, അങ്ങനെ ചോദ്യങ്ങളൊക്കെ നോക്കുക. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം പരുവപ്പെടുത്തിയെടുക്കലല്ല, അതിനപ്പുറത്തേക്ക് ഈ പ്രതിപക്ഷ നിരയെ മൊത്തമായിട്ട് പരുവപ്പെടുത്തിയെടുക്കാൻ സീതാറാം യെച്ചൂരി മുന്നിൽ നിന്നു എന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. നമ്മൾ മാതൃകാ നേതാവ് എന്ന് പറയണമെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അടുത്ത കാലത്തൊന്നും ഇതേപോലെ പറയാൻ പറ്റുന്ന ഒരു മാതൃകാ നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം മാതൃകാ നേതാവ് ആവണമെങ്കിൽ എതിരാളിയെ കൊണ്ടുപോലും കടുത്ത ശത്രുക്കളെ കൊണ്ടുപോലും താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. വൈകാരികമായിട്ട് ഇടപെടാത്ത ആളായിരിക്കണം. ഇത് വിഷയങ്ങളോട് വൈകാരികമായിട്ട് സന്തോഷത്തിലാണെങ്കിലും വിരോധത്തിലാണെങ്കിലും ഒക്കെ വൈകാരികമായിട്ട് ഇടപെടാത്ത ആളായിരിക്കണം. ഓരോ വിഷയത്തെയും കൃത്യമായി പഠിച്ച് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. യെച്ചൂരി അങ്ങനെ പക്വതയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ തെളിയിച്ചതാണ്. യെച്ചൂരി എപ്പോഴെങ്കിലും വൈകാരികമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ സമീപിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. യെച്ചൂരി പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ ഇതെന്തൊരു വൃത്തികേട് അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അപഹസിക്കുന്ന ഒരു കടുത്ത എതിരാളികൾക്ക് പോലും ഇല്ല. യെച്ചൂരി പറയുന്നത് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ തന്നെ പലപ്പോഴും പറയും ഞങ്ങളൊക്കെ സാഹൂതം അത് കേൾക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് CPM കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടി എവിടെയും രണ്ട് സംസ്ഥാനങ്ങളുണ്ടോ 3 സംസ്ഥാനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പോലും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഒരു അഭിപ്രായമോ അവരുടെ ഒരു നിലപാടോ ആദ്യമായിട്ട് ചർച്ച ചെയ്ത ഒരാൾ യെച്ചൂരിയായിരുന്നു. അതേ മറ്റുള്ള നേതാക്കന്മാർ പോലും പല ആളുകളും ഇപ്പോഴത്തെ പ്രതിപക്ഷ നിരയിലുള്ള ഇന്ത്യ മുന്നണിയിലുള്ള എത്ര നേതാക്കന്മാർ, ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യ മുന്നണിയിലെ എത്ര നേതാക്കന്മാർക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളോട് വൈകാരികതയില്ലാതെ തികഞ്ഞ പക്വതയോട് കൂടിയിട്ട് ഇത്രയും കാലത്തിനിടയിൽ പോലും സമീപിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോഴൊക്കെ ഒരൊറ്റ വിരലിനപ്പുറത്തേക്ക് നീളുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരേ ഒരാൾ, അത് യെച്ചൂരിയായിരുന്നു. തൻ്റെ പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ശക്തമാണോ ഇല്ലയോ, തൻ്റെ പാർട്ടിയുടെ എത്രമാത്രം വോട്ട് ഷെയർ ഉണ്ട് എന്ന് നോക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തെ നേരിട്ടിരുന്നത് ആശയപരമായിട്ടായിരുന്നു. ഈ സമൂഹം ഇപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ മറ്റ് പല ആളുകൾക്കും പല സ്ഥാനങ്ങൾക്കും താല്പര്യമുണ്ടായി. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നല്ലോ. അദ്ദേഹമൊക്കെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലുള്ള പല ആളുകളും ഏതൊക്കെ താല്പര്യത്തിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ മുന്നണിക്ക് ഒരു ഗഡ്ബന്ധൻ വളരെ കടുത്ത ഒരു കൂട്ടുകെട്ടാക്കി മാറ്റാൻ ഒരു തരത്തിലുള്ള സ്വാർത്ഥമോഹവുമില്ലാതെ സ്വാർത്ഥ താല്പര്യവുമില്ലാതെ നിന്നു യെച്ചൂരി എന്നുള്ള കാര്യം നമുക്ക് പറയണം. 2 കാര്യങ്ങളാണ് ഞാൻ
പറയുന്നത് ഒരു ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് CPIM-നാണെങ്കിലും CPIക്കാണെങ്കിലും ആ പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാത്രമല്ല ഇത് കേരളത്തിൽ ഈ പ്രതിപക്ഷ നിരയിലുള്ള ഓരോ ആളും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് എനിക്ക് ഇനി യെച്ചൂരിയുടെ പാതയിലേക്ക് വരാൻ പറ്റുമോ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെ പക്വമായ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് വലിയ ആ സംഭവത്തിലേക്ക് ആരും എത്തിയില്ലെങ്കിൽ ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഈ പ്രതിപക്ഷ ഈ ഐക്യം എന്നൊക്കെ പറയുന്നത് എത്ര കാലം നിലനിൽക്കുന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യമാണ് യെച്ചൂരിയുടെ വിടവാങ്ങൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വരാം ശ്രീ സജീവൻ. അഡ്വക്കേറ്റ് ലാൽകുമാർ, പലപ്പോഴും രാഷ്ട്രീയമായ സംവാദങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഒരുപക്ഷെ എടുത്തുയർത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് BJP പക്ഷത്തുള്ളവരൊക്കെ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ കോൺഗ്രസും പഴയ അവസ്ഥയിലല്ല, അവരും ദുർബലമായ ഒരു അവസ്ഥയിലായതുകൊണ്ട് പഴയ രീതിയിലൊരു ആക്രമണം ഇടതുപക്ഷത്തിന് നേരെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്പറുകൾ വെച്ചിട്ട്, അതായത് പാർലമെൻറ്റിൽ ഇത്രയും എണ്ണം മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ കേരളം വിട്ടുകഴിഞ്ഞാൽ എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് കോൺഗ്രസ്സിന് കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ BJPക്ക് ആ ഭാഗത്ത് പറയാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു ഈ ഘട്ടത്തിലൊക്കെ. അങ്ങനെ വരുമ്പോൾ പോലും ഇടത് രാഷ്ട്രീയ പ്രസക്തി രാജ്യത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ പോലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ CPIM എവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാലത്ത് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. സീതാറാമിൻ്റെ മുഖ്യമായ ഒരു സ്ഥാനം അവിടെയാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ ഇന്ന് സോണിയാഗാന്ധി, എത്രയോ കാലമായിട്ട് എനിക്ക് തോന്നുന്നു സോണിയാഗാന്ധി ഒരു പൊതു പരിപാടികളിലേക്കൊന്നും അങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് സീതാറാമിനെ അവസാനമായി കാണാൻ സോണിയാഗാന്ധി എത്തി എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പേർ, അന്തർദേശീയ പ്രാതിനിധ്യങ്ങൾ പോലും നമ്മളവിടെ കണ്ടു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായ ചില ഇടപെടലുകൾ നടത്താൻ CPIM-ന് വേണ്ടി സീതാറാം യെച്ചൂരി അവിടെ ഉണ്ടായിരുന്നു എന്നത്, നമ്മളത് സീതാറാം യെച്ചൂരിയെ മാത്രം എടുത്ത് പറയുമ്പോൾ പോലും അത് CPM-ൻ്റെ കൂടി നേട്ടമാണ്. ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനമാണ് അത്. അങ്ങനെ കാണേണ്ട പല ഘട്ടങ്ങളും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഡൽഹിയിൽ അങ്ങനെ പ്ലേ ചെയ്യേണ്ട ചില രാഷ്ട്രീയങ്ങൾ ഉണ്ട്. ആ രാഷ്ട്രീയ നടപടികളിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സീതാറാം ഇല്ലാത്തതിൻ്റെ നഷ്ടം അവിടെ ഉണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനാകും എന്ന് പറയാൻ എന്തൊക്കെയുണ്ട് ലാൽകുമാർ? ഇതിനകത്ത് ഡോക്ടർ ലാൽ പറഞ്ഞതിലെ അതിഗൗരവമായ ഒരു വിഷയമുണ്ട്. കാരണം സീതാറാം യെച്ചൂരിയെ പോലെ സമുന്നതനായ ഒരു നേതാവിൻ്റെ ആബ്സെൻസ് അത് എത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തെ BJPയെ എതിർക്കുന്നതിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് താങ്കൾ വെച്ച ചോദ്യത്തിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്. എനിക്ക് തോന്നുന്നു നികത്താനാകാത്ത വിടവാണ് സീതാറാം യെച്ചൂരി ഉണ്ടാക്കിയതെന്ന് ഞാൻ നിസ്സംശയം പറയും. ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കടന്നുപോക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിരുന്നാലും നമുക്ക് ഇപ്പം KJ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സജീവേട്ടനും പറഞ്ഞൊരു കാര്യമുണ്ട്. സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം വിത്ത് സീതാറാം യെച്ചൂരി ആൻഡ് വിത്തൗട്ട് സീതാറാം യെച്ചൂരി, അതാണ് യഥാർത്ഥത്തിൽ KJ പറഞ്ഞ വാദത്തിന് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. ഒരു വർഷം മുമ്പായിരുന്നു എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന ആൾക്കാർ, കോൺഗ്രസ്, എല്ലാവരും ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊണ്ടിരുന്നില്ല. അവർക്കൊക്കെ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ചേരി, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ചേരി, മതനിരപേക്ഷ ചേരിക്ക് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. അത് നിങ്ങളുടെ അവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കാർഡാണ്. അദ്ദേഹത്തെ പോലൊരാൾ വന്നേ മതിയാകും. നിങ്ങളെല്ലാം ഒരു കോയിലേഷനകത്ത് സ്ട്രോങ് ആയിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ സീതാറാം യെച്ചൂരി എന്താണോ നമ്മൾ കാണിച്ചു തന്നത്, സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ മുന്നിൽ അദ്ദേഹം ഒരു ടെംപ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് ഇന്ന റിസൾട്ട് കിട്ടാം, ഇത്രത്തോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരല്പം നേരത്തെ ഈ
അലയൻസിന് രൂപം കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ മെച്ചപ്പെട്ട റിസൾട്ട് ചിലപ്പോൾ കിട്ടുമായിരുന്നിരിക്കാം. അതാണ് കെ ജെ പറഞ്ഞത്. ഒരു പോയിന്റിൽ സമാജ്വാദി പാർട്ടി പോകുന്നു, എല്ലാവരും പോകുന്നു, എന്നിട്ടും അതിനെ പിടിച്ചു നിർത്താൻ യെച്ചൂരിയെ പോലുള്ള ഒരാൾക്ക് വലിയ ഇടപെടൽ നടത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇടപെടൽ നടത്തിയാൽ വ്യത്യാസം വരും എന്ന ടെംപ്ലേറ്റ് നമുക്കൊരു മോഡൽ അദ്ദേഹം തന്നുപോയിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടെ തന്നുപോയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ നടത്തത്തക്ക രീതിയിലുള്ള പരിശ്രമം ഇനി വരുന്ന ആൾക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. അത് നടത്താൻ നമുക്കൊരു മോഡലുണ്ട് എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ താങ്കൾ ചോദിച്ച പറഞ്ഞു വന്ന രണ്ടാമത്തെ വിഷയം ഈ പറയുന്ന സി പി എമ്മിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രസക്തിയില്ലല്ലോ അല്ലെങ്കിൽ സീറ്റുകളില്ലല്ലോ എന്നുള്ള ചോദ്യം. അത് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും വരുന്ന ചോദ്യങ്ങളാണ്. അതൊരിക്കലും അവസാനിക്കുന്ന ചോദ്യമല്ല. പക്ഷെ അപ്പോഴും ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു കാവലാളായി CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ കാണുന്നത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ആശയനിർമ്മിതി എന്ന് പറയുന്നതിൽ CPIMൻ്റെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടീസിൻ്റെയോ കോൺട്രിബ്യൂഷൻ ഒട്ടും ചെറുതല്ല. ഇപ്പം നോക്കൂ, കർഷക സമരം, കർഷകൻ നേരിട്ട പ്രശ്നം യഥാർത്ഥത്തിൽ അതൊരു സമരത്തിൻ്റെ രൂപം വരിച്ചതിൽ ലെഫ്റ്റ് ഫോഴ്സസിൻ്റെ പങ്ക് ഒട്ടും ചെറുതല്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ ആ സമയത്ത് CPMനോ അല്ലെങ്കിൽ മതനിരപേക്ഷ ശക്തികൾക്കോ ആ സമയത്ത് സീറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും ആ കിളച്ചിട്ട മണ്ണ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ അടുത്തത് UPA 1 വരാം. ഇന്ത്യയിലെ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന സർക്കാരിൽ ഏറ്റവും ഗംഭീരമായ സർക്കാരുകളിലൊന്ന് UPA 1 ആയിരുന്നു. അതിനകത്ത് CPIM പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കോമൺ മിനിമം പ്രോഗ്രാമിനനുസരിച്ച് ഒരു കോയിലേഷൻ ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മളെ കാണിച്ചു തന്നു. യഥാർത്ഥത്തിൽ UPA 2 എന്ന് പറയുന്നത് UPA 1ൻ്റെ പ്രോഡക്റ്റാണ്. അങ്ങനെ ആ കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഉള്ള യെച്ചൂരിയുടെ പങ്ക്, അത് മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയക്കാരുമായിട്ട്, അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരുമായി അതിശക്തമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമ്മൾ ചെറുതായി കാണാൻ പറ്റുന്നൊരു കാര്യമല്ലേ. നമ്മുടെ രാഷ്ട്രീയത്തിൽ മലീമസമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉയർന്നു വരുന്നെങ്കിലും അവിടെ ഒരിക്കലും അപ്പുറത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡറുമായി ഒരു നല്ല ബന്ധം സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എതിർക്കാൻ ഉള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ലീഡർഷിപ്പ് ലെവലിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനും ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ടെംപ്ലേറ്റ്, അദ്ദേഹം ഒരു പ്രോട്ടോടൈപ്പായി മാറുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഏത് രീതിയിൽ ഇടപെടണം അങ്ങനെയുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയും കൂടിയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ജനറൽ സെക്രട്ടറി അതേ പാതയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിരുന്നു എങ്കിൽ സീതാറാം യെച്ചൂരിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സപ്പോർട്ടോടുകൂടി അദ്ദേഹം പല കാര്യത്തിലും കാര്യക്ഷമമായി ഇടപെടുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നോക്കൂ, ഒരു സീരിയസ് ലീഡറായി കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടം വരെ ജനം കരുതിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ സീരിയസ് ലീഡറായി അവതരിപ്പിക്കപ്പെടുമ്പോൾ പിന്നീട് അദ്ദേഹം ഒരു സീരിയസ് ലീഡർ ആകുന്നതിൽ ഒരു സത്യത്തിൽ സീതാറാം യെച്ചൂരിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര, ആ ഭാരത് ജോഡോ യാത്രയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ അദ്ദേഹം തന്നെ പരസ്യപ്പെടുത്തുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ മുന്നണിക്ക് ഏറ്റവും ശക്തി വരണം. നമ്മൾ പറഞ്ഞല്ലോ എല്ലാ പൊളിറ്റിക്കൽ ഡിഫറൻസസും നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ കോൺഗ്രസുമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അപ്പുറത്തുണ്ടെങ്കിൽ ചർച്ചയിൽ ഞാൻ ഇതേ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കത്തില്ല സംസാരിക്കുക. കാര്യം അവിടെ എതിർപ്പും അല്ലെങ്കിൽ പോയിന്റുകളും എതിർപ്പുകളും ഒക്കെ വരും. പക്ഷെ അതൊക്കെ കേരളത്തിൽ നിന്ന് മാറ്റിവെക്കാനും അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ഐസൊലേറ്റഡ് യൂണിറ്റായിട്ട് കണക്കാക്കാനും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാനും അങ്ങനെ മുന്നോട്ട് നീങ്ങാനും ഈ കക്ഷികൾക്കൊക്കെ കഴിഞ്ഞതിൽ വലിയ പങ്ക് സീതാറാം യെച്ചൂരിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന ആശ്വാസം. അദ്ദേഹം കടന്നു പോയെങ്കിൽ പോലും അതിൽ കാണുന്ന ഒരു ആശ്വാസം അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ലീഡർ എന്ത് ചെയ്യണം, ഒരു ലീഡർ അടുത്ത ജനറേഷൻ കയറി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി നമ്മുടെ മുന്നിൽ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും ഒരു ഗംഭീര ലീഡർഷിപ്പിന്റെ ഉദാഹരണമാണ്. അങ്ങനെയാണ് ശ്രീ ലാൽകുമാർ അതിനെ കാണുന്നത്. ശ്രീ KJ ജേക്കബ്, നിങ്ങളൊക്കെ ഈ തരത്തിൽ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ടെംപ്ലേറ്റ് എന്ന വാക്കാണോ അവിടെ ഉപയോഗിക്കേണ്ടത്, അതോ ഒരു പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജി എന്നാണോ അതിനെ പറയേണ്ടത്? ഇപ്പോൾ പലപ്പോഴും നയങ്ങൾ, അടവ് നയങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പല ഘട്ടങ്ങളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും വിളിക്കാം. അത് നിങ്ങളുടെ നിരീക്ഷണത്തിൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ കാണുന്നത് അത് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഇതാ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
CPIM-ന്റെ ഒരു നിലപാട് സീതാറാം യെച്ചൂരിയിലൂടെ എന്തൊക്കെയാണോ കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് എന്നുള്ളത് പോലെ ഇപ്പോൾ ഇവിടെ എടുക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് കോൺഗ്രസുമായിട്ട് ഒരു സാധ്യതയുമില്ലാതെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ്സിന് പോലും വല്ലാതെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു സന്ദർഭമുണ്ട്. അവിടെ CPM-ന് ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ സീതാറാം യെച്ചൂരിയിലൂടെ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളത്തെ ജനറൽ സെക്രട്ടറിയിലൂടെ ഒക്കെ ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട്. അത് കോൺഗ്രസും ദേശീയ തലത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുപോലെ ഹരിയാനയിൽ അവിടെ ആപ്പ് ഇങ്ങനെ ഇടഞ്ഞു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിനും ആപ്പിനും ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ CPIM-നെ പോലെ ഒരു പാർട്ടിക്ക്, ഒരു ഇടത് പാർട്ടിക്ക് അവിടെ റോളുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ. അത് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിലൂടെ ആയിരുന്നിരിക്കും അത് മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഇനി അടുത്ത സെക്രട്ടറിയിലൂടെ അത് പോകേണ്ടതുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കണ്ടേ ശ്രീ KJ ജേക്കബ്? ലാൽ, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്നുള്ളത് അതിൻ്റെ പാർലമെൻ്ററി പ്രസൻസ് മാത്രമല്ല. ഞാനിപ്പോൾ ഇന്ന് പിന്നെ AK ഗോപാലൻ്റെ AKGയുടെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയായിരുന്നു. 30 പേരായിരുന്നു ആദ്യത്തെ പാർലമെൻറ്റിലുണ്ടായിരുന്നത്. 30 പേരുടെ നേതാവായിട്ടാണ് AKG വരുന്നത്. പക്ഷേ 30 പേരുടെ നേതാവിൻ്റെ വിലയല്ല AKGയുടെ വാക്കുകൾക്കുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ മുന്നേറ്റത്തെക്കുറിച്ച് ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായ ധാരണയുള്ള രാഷ്ട്രീയ ചിന്തയാണ് ഇടതുപക്ഷത്തിൻ്റേത്. അതിൽ അധികാരം എന്നുള്ളത് ഒരു ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ഇടതുപക്ഷ ആദർശം മുന്നോട്ട് വെക്കുന്നതിൽ ഇടതുപക്ഷം എന്നും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ആദരവാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ ചിന്തയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ലഭിക്കുന്നത്. അത് ഉപയോഗിക്കാൻ AK ഗോപാലിന് പറ്റിയിട്ടുണ്ട്, EMSന് പറ്റിയിട്ടുണ്ട്, ഹർകിഷൻ സുർജിത്തിന് പറ്റിയിട്ടുണ്ട്, സീതാറാം യെച്ചൂരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൽ ഈ ഓരോ മനുഷ്യരും അവരവരുടെ വ്യക്തിത്വം കൊണ്ട് തന്നെ വലിയ വലിയ മനുഷ്യരായിരുന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ അത് നമ്മൾ പരിഗണിക്കുമ്പോഴും ഇപ്പം അധികാരത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ കാണാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി, രാഷ്ട്രീയ ചിന്തയായി ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് സീതാറാം യെച്ചൂരിക്ക്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാനുള്ള അതിൻ്റെ ഏറ്റവും അപ്പുറത്തേക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ നേരത്തെ എഴുതി കാണുന്നത് പ്രായോഗിക മതിയായ രാഷ്ട്രീയം. എനിക്ക് തോന്നുന്നത് യാഥാർത്ഥ്യബോധം എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയം എത്ര ലെയറിലാണ് കിടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം. ഒരു കമ്മ്യൂണിക്കേറ്റർ അത്തരം കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം അതിൻ്റെ ഈ 2-3 സഹസ്രാബ്ദങ്ങളുടെ ലൂടെ ഉണ്ടായ എവല്യൂഷൻ, ആ എവല്യൂഷൻ എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായിട്ട് മാറിയിട്ടുണ്ട്, അത് എങ്ങനെ മാറ്റിയെടുക്കാം, അതെങ്ങനെ മനുഷ്യാഭിമുഖമായി മാറ്റിയെടുക്കാമെന്നുള്ള വലിയ ചിന്തയും അതിൻ്റെ ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുള്ള പ്രായോഗികവാദവുമായിരുന്നു യെച്ചൂരിയുടേത്. ചിലപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് ഉണ്ടാവാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് അടക്കം അതിൽ പിന്നെ എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. അത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ ശക്തി കുറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആ ഉത്തരം തപ്പി പോകേണ്ടി വരും ചിലപ്പോഴെങ്കിലും. പക്ഷേ എല്ലാം ശരികൾ തന്നെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ലോകത്തിലില്ല. അതുകൊണ്ട് അതിൽ പറ്റിപ്പോയ തെറ്റുകളെന്ന് ഞാൻ കണക്കാക്കാം. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നും അതിന് സഹസ്രാബ്ദങ്ങളുടെ ഒരു ബാഗേജ് ഉണ്ട് എന്നും അതിനെ തിരുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണെന്നും വളരെ വിഷമം പിടിച്ചൊരു പ്രോസസ്സാണെന്നും അതിന് തയ്യാറാകുന്ന എല്ലാ ശക്തികളെയും കൂട്ടി നിർത്തേണ്ടതുണ്ടെന്നുള്ള ഇന്ത്യ അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്. ഇന്ത്യ എന്ന ആശയത്തോട്
അതിൻ്റെ കാവൽക്കാരനായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചെടുക്കുന്നത് അതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ, അതിൻ്റെ അടരുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ആ ധാരണയാണ്. അത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരണ യെച്ചൂരിയിലൂടെ പിന്നെ പുറത്തു വന്നതാകാം, അല്ലെങ്കിൽ യെച്ചൂരിയുടെ ധാരണ പാർട്ടിയിലേക്ക് സംക്രമിച്ചിട്ട് പാർട്ടി തന്നെ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ, അതല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഈ നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള, നമ്മൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച്, നമ്മുടെ വർത്തമാനത്തെ കാലത്തെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാവിയെ നിർവചിക്കാനുള്ള ഒരു കഴിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു പലപ്പോഴും. സീതാറാം യെച്ചൂരി അതിൻ്റെ ഏറ്റവും മികച്ച ഒരു സംഘാടകനായിരുന്നു, അതിൻ്റെ ഏറ്റവും മികച്ച സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അതിൻ്റെ കാര്യം മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാം തീർന്നുപോയി എന്നുള്ളിടത്തല്ല ഞാൻ നിൽക്കുന്നത്. ലാൽകുമാർ പറഞ്ഞതുപോലെ ഒരു ടെംപ്ലേറ്റ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള ഒരു ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ധാരണ. അങ്ങനെയാണ് എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭാവം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റേണ്ടതാണ്. ഇനിയും ആ ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരാളുടെ മാത്രം ധാരണയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ ഈ ധാരണ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് സീതാറാം യെച്ചൂരിയോടുള്ള ആദരവ് എന്നുള്ളത്, എൻ്റെ മനസ്സിലാക്കൽ എന്നുള്ളത് നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം ഇന്ത്യ എന്ന ആശയത്തെ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്, ഈ രാജ്യത്തിന് അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ധാരണ, ആ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ, അതിൻ്റെ പുറത്താണ് ഇടതുപക്ഷ പാർട്ടികൾ അതിൻ്റെ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കേണ്ടത്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇടപെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അക്കാര്യത്തിൽ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് പ്രവർത്തനത്തിൻ്റെ ടെംപ്ലേറ്റ് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ധാരണ കൂടി അദ്ദേഹം കുറച്ചുകൂടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ചുകൂടെ സുതാര്യമാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ധാരണ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സഹായിക്കുന്നത് എന്നുള്ള തോന്നലെനിക്കുണ്ട്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് ഈ ടെംപ്ലേറ്റിൽ നിൽക്കാതെ പോകേണ്ട ഒരു സംവിധാനം, അങ്ങനെ പോകുന്നൊരു സംവിധാനം അത് CPIM ഒക്കെ ആയതുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളായി അവർക്ക് ആ വ്യക്തിയിൽ നിന്ന് ആ ടെംപ്ലേറ്റിലൂടെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല, പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ഞാൻ സജീവനിലേക്കാണ് ഞാൻ പോകുന്നത്, ആ ചോദ്യം വെച്ചുകൊണ്ട്. ശ്രീ സജീവൻ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഡയറക്റ്റായി ഉത്തരം പറയാതെയാണ് ശ്രീ KJ ജേക്കബ് മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചത്. അതൊന്ന്, നാഷണൽ കോൺഫറൻസ് കാശ്മീരിൽ ഇപ്പോൾ കോൺഗ്രസുമായി ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. അവിടെ അതിനെ ശരിയാക്കിയെടുക്കാൻ ഒരു CPIMൻ്റെ സാന്നിധ്യം കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഇല്ല. ഇപ്പോൾ അത് സീതാറാം യെച്ചൂരി ഇപ്പോൾ ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തില്ല, അവിടെ ഒരാളില്ല. CPIMൻ്റെ നേതാവ് ഇനിയിപ്പോൾ പുതിയ ആളിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഹരിയാനയിലും നമുക്ക് അത്തരം വിടവ് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആഗ്രഹിച്ചാലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയോ മറ്റൊരാളോ അവിടെ ഇല്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ആ പാർട്ടി CPM നേരത്തെയും ചെയ്തിട്ടുണ്ട്. അത് നേരത്തെയും അങ്ങനെയുള്ള CPMൻ്റെ റോൾ അംഗീകരിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ. ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ കാലത്ത്, അതിനു മുമ്പ് EMSൻ്റെ കാലത്ത് അതിൻ്റേതായ രീതിയിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ ശ്രീ KJ ജേക്കബ് പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ താങ്കൾ തയ്യാറാകുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, താങ്കൾ പറഞ്ഞ പോലെ കാശ്മീരിൽ ഇപ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയാവസ്ഥ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പല പാർട്ടികളും പല നേതാക്കന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പാർട്ടികൾ തയ്യാറാവുന്നത് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുടെ തയ്യാറാവലാണല്ലോ. അത് നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. അവിടെയാണ് ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എപ്പോഴും വ്യക്തിക്കപ്പുറത്തേക്ക് പ്രസ്ഥാനമാണല്ലോ. പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ട് വ്യക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയായ രീതിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ആവുമ്പോൾ പോലും വ്യക്തികൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നിടത്തുള്ളൊരു മിടുക്കുണ്ട്. ആ മിടുക്കിനെ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ നേരത്തെ സീതാറാം യെച്ചൂരിക്ക് മുമ്പേ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് CPIMൻ്റെ ജനറൽ സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ ഒക്കെ അതിൽ നിന്ന് മാറിയിട്ട് യെച്ചൂരിയുടെ കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയാവസ്ഥ വെച്ചുകൊണ്ടാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്നു. പിളർപ്പിന് മുമ്പുള്ള 64 പിളർപ്പിന് മുമ്പേ ഉണ്ടായിരുന്നതും അതിനുശേഷമാണെങ്കിൽ പോലും ശക്തമായിരുന്ന കാലമുണ്ട്. പല സംസ്ഥാനങ്ങളും വളരെ വേരോട്ടമുള്ള ഈ പാർലമെൻറ്റിലാണെങ്കിലും അതല്ല സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ ഭരണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ, പാർലമെൻറ്റിൽ നല്ല ശക്തി ഉണ്ടായിരുന്നൊരവസ്ഥ. അതേപോലെയല്ല യെച്ചൂരിയുടെ ഇപ്പോഴത്തെ കാലഘട്ടം. നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ ചർച്ചകൾ കോൺഗ്രസ്സുകാർ പറയാം, നിങ്ങൾ എത്ര സംസ്ഥാനങ്ങളിലുണ്ട്, നിങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ട് പാർലമെൻറ്റിൽ, നിങ്ങൾക്ക് എത്ര MP-മാരുണ്ട്, MLA-മാരുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അത് സത്യത്തിൽ പാർട്ടി ക്ഷീണിച്ചൊരവസ്ഥയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പണ്ടുണ്ടായിരുന്ന അതേ തരത്തിൽ വളരെ ശക്തമായിട്ട് പല സംസ്ഥാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ അങ്ങനെ ക്ഷീണിച്ച അവസ്ഥയിൽ പോലും ഞാൻ വിലയിരുത്തുന്നത് ആ ഒരു അവസ്ഥയിലും ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIMൻ്റെ ശബ്ദം കൃത്യമായിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ, നിലപാട് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേകത. അത് യെച്ചൂരിയുടെ മിടുക്ക് തന്നെയായിട്ടാണ് കാണുന്നത്. ഇപ്പം നാഷണൽ കോൺഫറൻസ് ആയിട്ടുള്ള പ്രശ്നത്തിലാണെങ്കിലൊക്കെ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ കേൾക്കുമായിരുന്നു, അതിലൊരു സംശയമില്ല. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണേണ്ടത്. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്, ഇതിന് മുമ്പെയുള്ള ജനറൽ സെക്രട്ടറിമാരൊക്കെ വളരെ കൃത്യമായിട്ട് പല വിഷയങ്ങളും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഇപ്പോൾ യെച്ചൂരിയുടെ വിട പറയലോട് കൂടിയിട്ട് CPIM തകർന്നു പോകുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇനി വരുന്ന ആളുകൾ ഇതിനേക്കാൾ ശക്തമായിട്ടൊക്കെ കൈകാര്യം ചെയ്തേക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പക്വതയുടെ കാര്യത്തിൽ ഈ രീതി ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ കൂടി കേൾക്കും. അടിയന്തരാവസ്ഥ കാലത്ത് എത്രയോ നമുക്കറിയാം, രാജ്യത്തിനെ ഏകാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോയതാണ് ആ കാലം. ആ കാലത്ത് ഈ എല്ലാ പ്രസ്ഥാനങ്ങളെയും ഇപ്പോൾ കോൺഗ്രസ്സുകാർ കുറ്റപ്പെടുത്തി പറയുന്ന പോലെ നിങ്ങൾ അന്ന് ജനസംഘത്തിൻ്റെ കൂടെ ചേർന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അക്കാലത്തെ ഏറ്റവും ഭീകരമായ ആപത്തിനെ നേരിടാൻ, അങ്ങനെ നേരിടുന്നതിന് നയിക്കാൻ ഒരു നേതാവുണ്ടായിരുന്നു. അത് JP ആയിരുന്നു, ജയപ്രകാശ് നാരായണനായിരുന്നു. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സ്വാർത്ഥമോഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നാലെ കൂടിയിട്ടുള്ള പല ആളുകളും പല അധികാര സ്ഥാനങ്ങളും കണ്ടു. അധികാരം പിടിച്ചെടുക്കാൻ പിന്നീട് അവർ നടത്തിയ പോരാട്ടത്തിലൂടെ ആ പ്രസ്ഥാനം തന്നെ മൊത്തമായി തകർന്ന് തരിപ്പണമായതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ജയപ്രകാശ് നാരായണൻ അന്ന് തീർത്തും നിസ്വാർത്ഥമായിട്ട് ഒരു വലിയ ഗഡ്ബന്ധിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച പോലെ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു, അദ്ദേഹം പ്രസിഡൻ്റ് ആവുമോ അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലൊന്നും അല്ലല്ലോ പോയിട്ടുള്ളത്. അതേപോലെ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഈ രൂപീകരണ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ശ്രമങ്ങളുടെ കാലം മുതൽ തന്നെ നോക്കുന്നത് മറ്റ് പല നേതാക്കന്മാരും സ്വാർത്ഥ താല്പര്യത്തിലേക്ക് പോയപ്പോൾ അത് ഒരുപക്ഷെ യെച്ചൂരി CPIMൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് അതുകൊണ്ട് കൂടിയായിരിക്കും. അത് താങ്കൾ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ബാക്കിങ്, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ നയവും പരിപാടികളൊക്കെ നടപ്പാക്കുന്നവർ. പക്ഷേ അപ്പോഴും അത് നടപ്പാക്കാൻ പറ്റിയ, വളരെ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റിയ, അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ നേതാവായിരുന്നു. ഇനി അങ്ങോട്ടേക്കും വേണ്ടത്, ഇപ്പോൾ ഈ വരാൻ പോകുന്ന ജനറൽ സെക്രട്ടറി ആരായാലും ആ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത് ഇത്തരത്തിൽ യെച്ചൂരിയുടെ ഒരു പടി മുകളിലേക്കായിട്ട് പക്വതയോട് കൂടിയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ, അപ്പം ഞങ്ങൾക്ക് ഇല്ലല്ലോ, പല സംസ്ഥാനങ്ങളിൽ ഞങ്ങളില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്വമായിട്ട് നേരിടുക എന്നുള്ളതാണ്.
വളരെ മാന്യമായിട്ട് അദ്ദേഹത്തെ യെച്ചൂരിയുടെ കാര്യത്തിലൊക്കെ മാന്യത ഒരു വലിയ പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള സ്നേഹം വളരെ ശക്തമായിരുന്നു. ഇതൊക്കെ ആ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കിനി അടിയന്തരമായിട്ട് വേണ്ടതാണ്. ഇപ്പോൾ BJP പിറകോട്ട് പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് വലിയൊരു നേട്ടം നേട്ടമാണ്. പക്ഷേ അതൊരു ഇനി അങ്ങോട്ടേക്കുള്ള നേട്ടത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ആ തുടക്കം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനിയാണ് കാര്യമായിട്ടുള്ള പ്രവർത്തനം വേണ്ടത്, ഇനിയാണ് കാര്യമായിട്ടുള്ള നീക്കങ്ങൾ വേണ്ടത്. അപ്പോഴും കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അതിനത്രയും തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. മറ്റു പല പാർട്ടികളും ബാക്കി NCP ആണെങ്കിലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ അവരൊക്കെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അപകടാവസ്ഥ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. യെച്ചൂരി അത് ഉൾക്കൊണ്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ ഇനിയുള്ള ജനറൽ സെക്രട്ടറിയും ഇതേ പാതയിൽ ഇതിനേക്കാൾ കൂടുതൽ യെച്ചൂരിയേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ വരണം. അതിനൊരു ഒരു ബാധ്യത കൂടിയുണ്ട് ഈ യെച്ചൂരിയുടെ ഈ വിടവാങ്ങൽ എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, ഇന്നത്തെ വെല്ലുവിളികൾ നേരിടുന്ന BJPയുടെ ഭരണകാലഘട്ടത്തിൽ എന്താണോ ഒരു CPMൻ്റെ ജനറൽ സെക്രട്ടറി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മുന്നോട്ട് ചെയ്യേണ്ടത്, അത് വളരെ വിജയകരമായി തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ സീതാറാം യെച്ചൂരി നിർവഹിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ ദിവസത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. 2.5 മിനിറ്റ് വീതം എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രത്യേക രീതിയിലുള്ള ചില തന്ത്രങ്ങൾ ഉണ്ടാകും. തന്ത്രം എന്ന് നമ്മൾ പറയുന്നത് നെഗറ്റീവായിട്ടല്ല എടുക്കേണ്ടത്, അവരുടേതായ കഴിവുകൾ എന്നുള്ളതാകാം. അതിപ്പോൾ ചില അവസരങ്ങൾ ആകാം. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു ട്രഡീഷണൽ ബ്രാഹ്മിൺ ഫാമിലിയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോയി. പിന്നീട് അവിടുത്തെ ഒരു പ്രത്യേക കൾച്ചറിനോടൊപ്പമാണ് അദ്ദേഹം ജീവിച്ചത്. അതിനുശേഷം ഡൽഹിയിലെത്തി, JNUവിൽ ചേർന്നു. അവിടുത്തെ പ്രത്യേക പഠന കാലഘട്ടം, പിന്നെ അദ്ദേഹത്തിൻ്റെ കർണാട്ടിക് മ്യൂസിക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, സ്പോർട്സിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹവും താല്പര്യവും, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ, മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വായന, ഇതെല്ലാം അദ്ദേഹത്തിന് ഉപയോഗപ്പെട്ടിട്ടുണ്ടാകണം. അദ്ദേഹം എങ്ങനെ വിനിമയം നടത്തുന്നു കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലൊക്കെ അത് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ പറിച്ച് ഓരോ കാലഘട്ടത്തിലും അടുത്ത ആളിലേക്ക് പോകുമ്പോഴുമെന്നും ആ ടെംപ്ലേറ്റ് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുത്തു പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മാനുഷികമായ ചില പരിമിതികളൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, CPMൻ്റെ രാഷ്ട്രീയം, അത് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഇപ്പോൾ സീതാറാം യെച്ചൂരി തുടക്കമിട്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഇനി രാജ്യം കാണാൻ പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയാമോ? ഡോക്ടർ ലാൽ, ഞാൻ ടെംപ്ലേറ്റ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചതിനകത്തൊരു കൺഫ്യൂഷൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ടെംപ്ലേറ്റ് ദിശാബോധത്തിൻ്റെ ടെംപ്ലേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, അതാണ് വലിയ പ്രസക്തി. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തത് ഇനിയും ബാക്കിയുള്ളവരെല്ലാം ചെയ്യുക എന്നുള്ള അർത്ഥം മാത്രമല്ല അതിനുള്ളത്. അദ്ദേഹം എങ്ങനെ ഒരു ഡയറക്ഷനോടുകൂടി ചിന്തിച്ചു എന്ന് പറയുന്നതാണ് കാര്യം. അത് മറ്റാൾക്കാർക്ക് ഒരു ദിശാബോധം കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് കാര്യം. അതിൽ കൂടുതൽ അതിനെ ആ ഒരു സൂചികയായി എടുത്താൽ മതി, അതിൽ കൂടുതലായി എടുക്കണ്ട. നോക്കൂ, വരാൻ പോകുന്ന കാലം നമ്മൾ നേരിടാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും വലിയ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസിന് ചിലപ്പോൾ ഈ പറഞ്ഞ ടെംപ്ലേറ്റ് വർക്കായിക്കൊള്ളുന്നില്ല. പക്ഷേ അന്ന് നമ്മൾ, അല്ലെങ്കിൽ ഈ കാലത്ത് നമ്മൾ ഏത് രീതിയിൽ പ്രോഗ്രസീവായി ചിന്തിച്ച് അതിന് സൊല്യൂഷൻ എത്തിയോ അതുപോലെയുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ ആ സാധ്യതകൾ കണ്ടെത്താനുള്ളൊരു മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് അവിടെ പ്രസക്തമായി വരുന്നത്. പിന്നെ ഇതിനകത്ത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് പ്രോഡക്റ്റാണ്. ഞാനത് ആദ്യം തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചോ അദ്ദേഹം ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത അവസരം, ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തിനെ
കൊണ്ടുവരുമ്പം അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യക്കുറവുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ മാറ്റാനുള്ള എല്ലാ ശക്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യ താല്പര്യമാണെന്നും അത് പാർട്ടിയുടെ താല്പര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി ഇരിക്കുന്നത്. ഞാനതിനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ കരൺ താപ്പറുമായി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ ഇത് പറയുക തന്നെ ചെയ്തു. എന്നാലും ഒന്നുകൂടെ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കരൺ താപ്പർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നുണ്ടോ ഇത് CAA എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു ആൻറ്റി മുസ്ലിം ലോ ആണെന്ന് പറയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനായ ജനറൽ സെക്രട്ടറി CPMൻ്റെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ വളരെ കൗതുകമാർന്ന വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ എല്ലാ ഇന്ത്യക്കാരോടുമാണ് പറയുന്നത് ഇതൊരു ആൻറ്റി ഇന്ത്യൻ ലോയാണ്, ഇതൊരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ മാനവികതയെ ഉയർത്തി നിർത്താൻ ഒരു യൂണിവേഴ്സലിസ്റ്റിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനെ വ്യക്തമായി ജാതി മതം ഇങ്ങനെയുള്ളതിനെ എല്ലാം വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ട് അതിനൊക്കെ മേളിലൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ, ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ആദ്യം നേരെ എടുക്കില്ല. നോക്കൂ, കാശ്മീർ ലോക്ക്ഡൗണിലേക്ക് പോയി. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്ത ശേഷം ഉണ്ടായ ലോക്ക്ഡൗണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ അദ്ദേഹം ഉപയോഗിച്ച ഭരണഘടന എന്ന് പറയുന്ന ഒരു വലിയ ടൂളാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ആണ് ഫയൽ ചെയ്യുന്നത്. എന്തിന്? അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവിനെ അവിടെ പോയി കാണാൻ, തരഗാമിയെ കാണാൻ അദ്ദേഹം ഭരണഘടന ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ച മറ്റൊരു നേതാവ് ആ ഘട്ടത്തിലില്ല. അപ്പം നമുക്ക് കാണിച്ചു തരുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത്. ആ മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാതെ ചെയ്യുന്ന ഒന്നാണെന്ന് നമ്മൾ കരുതുകയും വേണ്ട. ശ്രീ KJ ജേക്കബ്, ഒരുപക്ഷെ ആ അർത്ഥത്തിലൊരു ട്രൂ ഇന്ത്യനാണ്, ഒരു ഇന്ത്യൻ വെർഷൻ നമുക്ക് ഇതിൽ സാധ്യമാണോ എന്ന് അന്വേഷിക്കുന്നവർക്കുള്ള കൃത്യമായ മാതൃകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു CPM നേതാവിൽ നിന്ന് CPMൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ വ്യക്തമായ ഒരു നേതൃത്വം, അതുപോലെ രാജ്യത്തിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് സീതാറാം മാറുന്നത് നമ്മൾ കാണുന്നു. അതിൻ്റെ കൂടി ഒരു അടയാളമായിരുന്നു ഇന്നത്തെ വിടവാങ്ങലിൽ നമ്മൾ കണ്ടതും ആ യാത്രയയപ്പ് നമ്മൾ കൊടുത്തത്, രാജ്യം കൊടുത്തത് നമ്മൾ കണ്ടതും ഒക്കെ. അങ്ങനെ തന്നെ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും ഇതിൽ വ്യക്തി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം അത് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഇന്ത്യയുടെ പല ഡിപ്ലോമാറ്റിക് മിഷനുകളിലും മനഃപൂർവ്വം സർക്കാരുകൾ യെച്ചൂരി ഉൾപ്പെടുത്തുമായിരുന്നു. നേപ്പാളിലെ ഭരണ കൈമാറ്റം ഇത്ര ഈസി ആയിട്ട് നടന്നത് സീതാറാം യെച്ചൂരിയുടെ മിടുക്കാണ് എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഭരണരംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു റിസോഴ്സ് കൂടിയായിരുന്നു ശ്രീ സീതാറാം യെച്ചൂരി. പക്ഷേ ഞാനെപ്പോഴും അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. അത് BJP ആണ്, RSS ആണ്, RSSന് വർഗീയ രാഷ്ട്രീയമാണ് എതിരാളി എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണയുണ്ട്. ആ എതിരാളിയെ എങ്ങനെ നേരിടേണം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് നിന്നും ഈ രാഷ്ട്രീയം എന്താണ് ബാക്കിയാക്കിയത് എന്നുള്ളത് ഇന്ത്യയിൽ ഇടതുപക്ഷം ആഴത്തിൽ പരിശോധിക്കും എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്, ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം ഇത് നമുക്ക് നമ്മുടെ വസ്തുനിഷ്ഠമായ പല കാര്യങ്ങളുമുണ്ട്. കോൺഗ്രസിനോട് എത്രത്തോളം ഇടതുപക്ഷ പാർട്ടികൾക്ക് യോജിച്ചു പോകാം എന്നുള്ളത് എന്നത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയാലും സീതാറാം യെച്ചൂരി ആയാലും ഈ വർഗീയത, ഹിന്ദുത്വ വർഗീയത എന്ന് പറയുന്ന ഈ വലിയ പ്രശ്നം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ വലിയ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഏറ്റവും കൃത്യമായിട്ടൊരു ധാരണയിലേക്ക് എങ്ങനെയാണ് ഒരു ദേശീയ പ്രതിപക്ഷ സഖ്യത്തെ സംഘടിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ആശങ്കയ്ക്ക് ഒരു തരി പോലും അവിടെ സാധ്യതയില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
ആ പാർട്ടികൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റി. നമുക്ക് രാജ്യത്തിന് അതിൻ്റെ ഗുണമുണ്ടായി എന്നുള്ളതാണ്. ഈ പാറ്റേണുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതൽ കൃത്യമായി അപഗ്രഥിക്കുകയും കൂടുതൽ ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ കർക്കശമായിട്ടുള്ള അനാലിസിസ്, വിശകലനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തും. ആ വിശകലനത്തിലൂടെ യെച്ചൂരിയുടെ നഷ്ടം നികത്താൻ വേണ്ടി പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ശ്രീ സജീവൻ, അത് കോൺഗ്രസ് CPM മനസ്സിലാക്കും എന്ന് ശ്രീ സജീവൻ പറയുന്നിടത്ത് കോൺഗ്രസും അതിനും വളരെ അത്യാവശ്യമുണ്ട് ഇത്തരമൊരു ഘട്ടം. CPM അങ്ങനെ റോൾ എടുക്കുമ്പോൾ അവിടെ തങ്ങളും ആ ലെവലിൽ തന്നെ ഒന്ന് നിൽക്കേണ്ടതുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളും മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആ ലെവലിൽ പോകേണ്ടതുണ്ട്, മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്ന് അവർ മനസ്സിലാക്കി മുന്നോട്ട് പോകും. അതാണ് രാജ്യം ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാമോ? സീതാറാമിൻ്റെ ഈ മാതൃക ഇനി മുന്നോട്ട് CPM കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസും അതുപോലെ മുന്നോട്ട് നിൽക്കേണ്ടി വരും എന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ് തകരാൻ പോകുന്നത്. എല്ലാ പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല, പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പാർട്ടികളും കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകണം. അത് നടന്നില്ലെങ്കിൽ നശിക്കുന്ന രാജ്യമാണ് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം അവർക്കുണ്ടാവണം. എന്തായിരുന്നോ ഈ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങളെക്കുറിച്ച് യെച്ചൂരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്, അത് അതേപോലെയോ അല്ല അതിനേക്കാൾ ശക്തമായിട്ടോ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ നമുക്കൊക്കെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതല്ലെങ്കിൽ വലിയ ഒരു ഇരുട്ടായിരിക്കും ഈ രാജ്യത്തെ ബാധിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായി, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നേട്ടമുണ്ടായി, ഒരു തിരിച്ചടി BJP കിട്ടി എന്നൊക്കെ പറയുമ്പോഴും അതിലാശ്വസിക്കുകയല്ല വേണ്ടത്, അതിനേക്കാൾ ശക്തമായിട്ട് പോകണം. അതിനൊരു ഈ യെച്ചൂരിയുടെ വിടവാങ്ങൽ എന്ന് പറയുന്നത് ഒരു തീരാനഷ്ടമല്ല. തെളിയിക്കേണ്ടത് ഇവിടെയുള്ള മറ്റ് നേതാക്കന്മാരും എല്ലാ പാർട്ടികളുമാണ്. അതിന് അവർ തയ്യാറാകണമെന്നുള്ള അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് സീതാറാം യെച്ചൂരിയും ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് CPIMൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ തൻ്റേതായ രീതിയിൽ തന്നെ സീതാറാം യെച്ചൂരിക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അത് എല്ലാവരും അംഗീകരിക്കുകയാണ്. രാജ്യം മുഴുവൻ, ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയെ എതിർക്കുന്നവർ പോലും, CPMനെ എതിർക്കുന്നവർ പോലും അത് അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം CPMൻ്റെ ആ പ്രാധാന്യം വരുന്ന കാലങ്ങളിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതാം. സീതാറാമിനെ ആ അർത്ഥത്തിൽ സ്മരിച്ചുകൊണ്ട് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KJ ജേക്കബ്, ശ്രീ A സജീവൻ, N ലാൽകുമാർ, വിഷ്ണു.